നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനത്ത മഴയാണ്, വ്യാപക നാശവും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മരം വീണ ട്രെയിൻ സർവീസ് ഒക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട്. മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മരം കടപുഴകി വീണ് പലയിടത്തും വ്യാപക നാശനഷ്ടം. ട്രാക്കുകളിലേക്ക് മരം വീണതിന് പിന്നാലെ ട്രെയിനുകൾ വൈകി ഓടുന്നു. ഇടുക്കി കരിമണ്ണൂരിൽ സർക്കാർ നിർമ്മിച്ച ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുന്നു. ശക്തമായ കാറ്റിലും മഴയിലും ആദ്യ നിലയിലെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിച്ചു. 42 കുടുംബങ്ങൾ ഭീതിയിൽ. കനത്ത മഴയിൽ ജില്ലയിൽ ഉണ്ടായത് 4.5 കോടിയുടെ കൃഷിനാശം. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന നിലമ്പൂരിൽ ഇന്ന് നിർണായക നീക്കങ്ങൾ. UDF ഘടകകക്ഷിയാക്കിയില്ല എങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ PV അൻവർ. UDF ഇന്ന് യോഗം ചേരും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. ലോകരാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവ നടപടികൾ വിലക്കിയ ഫെഡറൽ വ്യാപാര കോടതിയുടെ ഉത്തരവിന് അപ്പീൽ കോടതിയുടെ താൽക്കാലിക സ്റ്റേ. കേസ് ജൂൺ 9 വീണ്ടും പരിഗണിക്കും. IPL ബംഗളൂരു ഫൈനലിൽ പഞ്ചാബിനെ തോൽപ്പിച്ചത് 8 വിക്കറ്റിന്. എലിമിനേറ്ററിൽ ഇന്ന് മുംബൈ ഗുജറാത്തിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ. സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ എല്ലായിടത്തെയും മഴക്കെടുതികൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ പോകുന്നത് പ്രശാന്തിലേക്കാണ്. പ്രശാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഒപ്പം തന്നെ മധ്യ കേരളത്തിലെ വിവരം നൽകുന്നത് അശ്വതിയാണ്. തെക്കൻ കേരളത്തിലെ വിവരം നൽകുന്നത് രജിത്താണ്. എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴയാണ്. ശക്തമായ മഴയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും റെയിൽവേ ട്രാക്കുകളിൽ മരം കടപുഴകി വീണു. രാവിലെ 5:55 സർവീസ് ആരംഭിക്കേണ്ട തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് പുറപ്പെട്ടിട്ടില്ല. പെയറിംഗ് ട്രെയിൻ വൈകിയതാണ് കാരണം. കോഴിക്കോട് ഇന്നലെ രാത്രി 9:30 എത്തേണ്ട ട്രെയിൻ എത്തിയത് പുലർച്ചെ 1:30 ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി ഓടുന്നു. എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കിൽ മരം വീണു. മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രജിത്തും, മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി അശ്വതിയും, വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി പ്രശാന്തും ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, സ്വാഭാവികമായും നമുക്കറിയേണ്ടത് ഈ വടക്കൻ കേരളത്തിൽ വിവരങ്ങളാണ്. അവിടെയാണല്ലോ ഈ മഴക്കെടുതികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റെഡ് അലേർട്ടും കൂടുതലായി അവിടെയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഈ പലയിടത്തും തുറന്നിട്ടുണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ, വടക്കൻ കേരളത്തിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അതിശക്തമായി തന്നെയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കാറ്റും വടക്കൻ കേരളത്തിൽ പല ജില്ലകളിലുമുണ്ട്. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മലയോര മേഖല, വടക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലകളാണ്. ആ മലയോര മേഖലകളിൽ അതിശക്തമായ രീതിയിൽ തന്നെ മഴ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മഴവെള്ളപ്പാച്ചിലിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകളെ മാറ്റി പറഞ്ഞത്. വിലങ്ങാട് ഇന്നലെ രാത്രി ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വിലങ്ങാട് ഇത്രയധികം മഴ പെയ്യുന്നുണ്ടെങ്കിലും വിലങ്ങാട് സാഹചര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് മാത്രം 157 പേരാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. വയനാട്ടിൽ അത് 728 പേര് എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെ നിരവധി ആളുകൾ ക്യാമ്പിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. ഒരു തരത്തിലും ഗുരുതരമായ സാഹചര്യങ്ങളുണ്ടായെങ്കിലും മറ്റു കാര്യങ്ങൾ ആലോചിക്കാതെ അടിയന്തരമായി ക്യാമ്പുകൾ തുറന്നുകൊണ്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. ജില്ലാ ഭരണകൂടവും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പോൾ കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ടാണ്, കോഴിക്കോട് ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഈ മഴ അതിശക്തമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ അലർട്ട് മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ അപകടങ്ങളൊന്നും തന്നെ ഈ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുവായൂർ എക്സ്പ്രസ് അടക്കം ട്രെയിനുകൾ വൈകി ഓടുന്നതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതത്തെ ഈ മഴ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ അരൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മരം വീണത് കണ്ടാണ്. അതിനു മുൻപ് തന്നെ കോഴിക്കോടും സമാനമായ അരീക്കാട് അടക്കം സമാനമായ രീതിയിൽ തന്നെ ട്രാക്കിലേക്ക് മരം വീണു. ഇതോടുകൂടി തന്നെയാണ് ട്രെയിൻ ഗതാഗതം താറുമാറാകുന്നത്. മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കടക്കം ട്രാക്കുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനുകൾ ഇനിയും വൈകാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും അതീവ ജാഗ്രതയാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത്.
അത്തരത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാകെ തന്നെ വിലക്കുകൾ ഏർപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാത്രി യാത്രകൾക്ക് നിരോധനമുണ്ട്. ഏറ്റവും പ്രധാനമായി താമരശ്ശേരി ചുരം അടക്കമുള്ള പാൽച്ചുരം അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. അനാവശ്യമായി യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് എല്ലാ സ്ഥലത്തും ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുള്ളത്. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും ഇനി തെക്കൻ കേരളത്തിൽ വരാനാണ് അറിയാനുള്ളത്. രജിത്ത് ചേരുകയാണ്. രജിത്ത, തെക്കൻ കേരളത്തിൽ അവിടെ എല്ലായിടത്തും പരക്ക മഴ തന്നെയാണ്. എന്തായാലും താരതമ്യേന ഇച്ചിരി ആശ്വാസം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലാണെന്ന് തോന്നുന്നു. എങ്കിലും വ്യാപക കെടുതി തന്നെയല്ലേ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ശ്രീജ, തെക്കൻ കേരളത്തിൽ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെയൊക്കെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിനോട് സാമ്യമായ രീതിയിൽ മഴ തുടരുന്ന സാഹചര്യമാണ്. ഇടവിട്ട ശക്തമായ മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് നേരത്തെ 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ മറ്റ് 9 ജില്ലകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധിയുള്ളത്. ഒപ്പം തന്നെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കവും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തന്നെ കേരള തീരത്തേക്ക് എത്തുകയും കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. ന്യൂനമർദ്ദം വലിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തമായി തന്നെ തുടരുന്നത്. മഴയോടൊപ്പം തന്നെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയടക്കുന്നതിനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തന്നെ നൽകിയിരിക്കുന്നത്. കർണാടകയിലും ലക്ഷദ്വീപിലും അടക്കം കേരളത്തിൻ്റെ തീരങ്ങളിലും അടക്കം ഉള്ള സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇതിനോടകം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് പ്രത്യേകമായി കള്ളക്കടൽ പ്രതിഭാസവും ഒപ്പം തന്നെ കടലാക്രമണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ജില്ലകൾ കേന്ദ്രീകരിച്ച് ഏകദേശം 5ഓളം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തീരപ്രദേശങ്ങളിലുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ട്രെയിനുകൾ ഇപ്പോഴും വൈകി തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട കോഴിക്കോടേക്ക് പുറപ്പെടേണ്ട ജനശതാബ്ദി എക്സ്പ്രസ് ഇതുവരെയും പുറപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പുലർച്ചെ 5:55 പുറപ്പെടേണ്ട ട്രെയിനായിരുന്നു. അത് ഇന്ന് 8:45 മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്നാണ് ഇതുവരെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 1:45 കോഴിക്കോട് നിന്നും പുറപ്പെട്ട രാത്രി ഉച്ചയ്ക്ക് 1:45 കോഴിക്കോട് നിന്നും പുറപ്പെട്ട് ഇവിടെ എത്തേണ്ട ട്രെയിൻ വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തേണ്ട ട്രെയിൻ ഇന്ന് പുലർച്ചെ മാത്രമാണ് ഇവിടേക്ക് എത്തിയത്. അതുതന്നെയാണ് ട്രെയിൻ വൈകുന്നതിൻ്റെ പ്രധാന കാരണം. ഒപ്പം തന്നെ ഗുരുവായൂർ എക്സ്പ്രസും വൈകി തന്നെ 2 മണിക്കൂർ വൈകിയാണ് ഗുരുവായൂർ എക്സ്പ്രസും ഓടുന്നത്. വിവിധ സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ വിവിധ താലൂക്കുകൾ, ഏറ്റവും പ്രധാനം നെയ്യാറ്റിൻകര അടക്കമുള്ള താലൂക്കുകളിൽ ശക്തമായ കാറ്റും മഴയുമായിരുന്നു. അവിടെയൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2 വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം നെയ്യാറ്റിൻകര താലൂക്കിൽ തന്നെയുണ്ട്. മറ്റ് ജില്ലയിലെ മറ്റ് മലയോര മേഖലകളിലും ഒക്കെയും തന്നെ ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലയിലേക്ക് യാത്രകളടക്കം നിരോധിച്ചിട്ടുണ്ട്. നെയ്യാർ ഡാമിൻ്റെ ഷട്ടറുകൾ അടക്കം തുറന്നിട്ടുണ്ട്. അതിനാൽ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെയും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. 59 വിവിധ സ്ഥലങ്ങളിലായി സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി 59 ക്യാമ്പുകളാണ് ഇതിനോടകം തന്നെ തുറന്നിരിക്കുന്നത്. ഇവിടങ്ങളിലായി 1239 പേർ ഇതിനോടകം വീടുകളിൽ നിന്നും ഈ ക്യാമ്പുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ശക്തമായി തന്നെ തുടരുന്നു. ഒരു പക്ഷേ 2-ാം തീയതി വരെ മഴ ശക്തമായി തന്നെ തുടരാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് തുടരുകയാണ്. ശരി രജിത, എന്തായാലും നമുക്ക് മധ്യകേരളത്തിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മധ്യകേരളത്തിലെ വിവരങ്ങളുമായി അശ്വതി കൂടി ചേരുകയാണ്. അശ്വതി, ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ്. അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. അങ്ങനെ മധ്യകേരളത്തിലും സ്ഥിതി ആശങ്കപ്പെടുത്തുന്നത് തന്നെയല്ലേ? ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ മാത്രം 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 4 അണക്കെട്ടുകൾ തുറന്നു എന്നതും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന മണ്ണിടിച്ചിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സമാനമായ പ്രദേശത്ത് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് വില്ലാഞ്ചിറ വളവിനും ഇടുക്കി ജംഗ്ഷനും ഇടയിലാണ് ആ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ താഴേക്ക് പതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ആവോലിച്ചാൽ ഊന്നുകൽ വഴിയും
വാഹനങ്ങൾ തിരിച്ചുവിടുന്നു. അതായത് കനത്ത ഗതാഗത നിയന്ത്രണം ഈ വഴിയിലുണ്ട്. ഒപ്പം തന്നെ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. ഈ പ്രദേശത്ത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെയും എറണാകുളം ജില്ലയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് കനത്ത മഴയാണ് തുടരുന്നത്. രാവിലെ കുറച്ച് മഴ മാറി നിന്നിരുന്നു. ഇന്നും പിന്നീട് വീണ്ടും പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തിരുവാർപ്പടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നോക്കിയാൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. അത്രയധികം വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ മൂവാറ്റുപുഴയാർ അടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്നത് വലിയ പ്രശ്നമാണ്. വെള്ളക്കെട്ടാണ് കോട്ടയത്തെ ഏറെ ദുരിതത്തിലാക്കുന്നത്. എറണാകുളം ജില്ലയിൽ കനത്ത മഴ, ആലുവ മേഖലകളിലൊക്കെ രാവിലെ തന്നെ കനത്ത മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീരപ്രദേശമാണ് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത്. തീരമേഖലകളിൽ പ്രത്യേകിച്ച് കണ്ണമാലി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമൊക്കെ കടലാക്രമണം അതിരൂക്ഷമായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ വീടുകളിലേക്ക് കടൽ കയറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് ഇന്നലെ തുടങ്ങിയതല്ല, വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് 2022 ശേഷം ഈ പ്രശ്നം അതിരൂക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ആലപ്പുഴയിലെയും അതുപോലെ തന്നെ തൃശ്ശൂരിലെയും തീരമേഖലകളിൽ ഉള്ളത്. ഏതായാലും ഏറ്റവും അധികം പ്രശ്നമുള്ളത് ഈ കടലാക്രമണം നേരിടുന്ന തീരപ്രദേശത്ത്, പ്രത്യേകിച്ച് കൊച്ചി, കണ്ണമാലി പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഇടുക്കിയുടെ, അതായത് മലയോര മേഖലകളിൽ, ഇടുക്കി അടക്കമുള്ള മലയോര മേഖലകളിലും വലിയ പ്രശ്നം. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ടാണ് ഇടുക്കിയിലും പ്രഖ്യാപിച്ചത്. ഈ രണ്ടിടങ്ങളാണ് വളരെ ഗുരുതരമായ ഒരു പ്രശ്നങ്ങളിലേക്ക് നിലവിൽ പോയിരിക്കുന്നത്. ശ്രീജ. ശരി അശ്വതി, എന്തായാലും സംസ്ഥാനത്തൊട്ടാകെ ഈ പറഞ്ഞതുപോലെ കനത്ത മഴയാണ്. എല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി ഒപ്പം ചേർന്ന രജിത്തും, മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി അശ്വതിയും, വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി ഒപ്പം ചേർന്നത് പ്രശാന്തുമായിരുന്നു. കനത്ത കാറ്റിലും മഴയിലും ഇടുക്കി ജില്ലയിൽ 4,35,00,000 രൂപയുടെ കൃഷിനാശം. 285 ഹെക്ടർ സ്ഥലത്തെ വിവിധ കാർഷിക വിളകൾ നശിച്ചു. 2,520 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. ഇടുക്കിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വാഴ, ഏലം, കുരുമുളക്, റബ്ബർ, കൊക്കോ എന്നിവയാണ് കൂടുതലായി നശിച്ചത്. 72.87 ഹെക്ടറിലെ 33,613 കുലച്ച വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. 658 കർഷകർക്ക് 2 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 238 കർഷകരുടെ 6.4 ഹെക്ടറിലെ കുലയ്ക്കാത്ത 9,620 വാഴകൾ നശിച്ചു. ഈ ഇനത്തിൽ 38,50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മറിഞ്ഞ് ഒടിഞ്ഞു കിടക്കുക. വള്ളിയും മുട്ടും കൊടുത്ത് വള്ളിയും വലിച്ചായിരുന്ന നല്ല ഒരു മുടക്ക്, പൈസ മുടക്കുണ്ട്. ഒരു വാഴയ്ക്ക് 500 രൂപ മുകളിൽ മുടക്ക് വന്നിട്ടുണ്ട്. 147.97 ഹെക്ടർ സ്ഥലത്തെ ഏലച്ചെടികളാണ് നശിച്ചത്. ഇതുവഴി 1 കോടി രൂപയുടെ നഷ്ടമുണ്ടാവുകയും 947 കർഷകരെ ബാധിക്കുകയും ചെയ്തു. 11.88 ഹെക്ടർ സ്ഥലത്തെ 4,838 കായ്ച്ച കുരുമുളക് ചെടികൾ കാറ്റിൽ നിലംപൊത്തി. 36.29 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ജാതി, കൊക്കോ, കാപ്പി, പച്ചക്കറികൾ എന്നിവയും വ്യാപകമായി നശിച്ചു. ജില്ലയിൽ 4 ദിവസമായി കനത്ത കാറ്റും മഴയും തുടരുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി കരിമണ്ണൂരിൽ ഭവനരഹിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുന്നു. 4 നിലകളിൽ പണി കഴിപ്പിച്ച ഫ്ളാറ്റാണ് 2 വർഷം കൊണ്ട് അപകടാവസ്ഥയിലായത്. ശക്തമായ കാറ്റിലും മഴയിലും ആദ്യ നിലയിലെ മേൽക്കൂര കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നിലംപതിച്ചതോടെ ഭീതിയിലാണ് 42 കുടുംബങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകിയ 4 നില ഫ്ളാറ്റാണ് ചോർന്നൊലിക്കുന്നത്. കോൺക്രീറ്റിനും കല്ലുകൾക്കും പകരം ചിലവ് കുറച്ച് കനം കുറഞ്ഞ സാമഗ്രികൾ ചേർത്തുള്ള നിർമ്മാണമാണ് ഈ ഫ്ളാറ്റിൽ അവലംബിച്ചിരിക്കുന്നത്. ആദ്യ നിലയിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര ശക്തമായ കാറ്റിലും മഴയിലും 2 ദിവസം കൊണ്ട് നിലംപതിച്ചു. ഞങ്ങൾ ഈ കൂലിപ്പണിക്കാർ എന്നാ ചെയ്യും? ഇവിടെ ഞങ്ങൾ ഈ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ സൗകര്യം ഉണ്ടാക്കുന്ന മാത്രം മതിയായിരുന്നു. ഇത്രയും സ്ഥലം ഇവിടെ പഞ്ചായത്തിൽ വെറുതെ കിടപ്പുണ്ട്. എന്നാൽ അത് കൂടെ 4 സ്ഥലം കൊടുത്താൽ 5 ലക്ഷം രൂപ കൊടുത്താൽ പറ്റും. സാമാന്യമായിട്ട് അവർ എന്തെങ്കിലും ഉണ്ടാക്കി കിടന്നുണ്ടോ? ഫ്ളാറ്റിനുള്ളിലെ പല ഭാഗങ്ങളും അടർന്നു വീഴുകയാണ്. ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് കൈമാറി 2 വർഷം തികയുമ്പോഴാണ് ഈ ദുരവസ്ഥ. സർക്കാർ മോഹന വാഗ്ദാനം നൽകി പറ്റിച്ചുവെന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി. ജില്ലാ കളക്ടറാണെങ്കിലും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ സങ്കടം കണ്ടുകൊണ്ട് അതിനൊരു
നിയമപരമായ രീതിയിൽ ഞങ്ങൾ പുനഃസ്ഥാപിച്ച് ജീവിപ്പിക്കുവാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് മാത്രം ഭരണാധികാരികളോട് അപേക്ഷിക്കുകയാണ്. കോൺക്രീറ്റും കല്ലുകളും ഇല്ലാതെയുള്ള നിർമ്മാണം കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലെന്ന് പദ്ധതിക്ക് രൂപരേഖ നൽകിയവർ തിരിച്ചറിയാതെ പോയതാണ് ഇവിടുത്തെ 42 കുടുംബങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണം. ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴാറായ ഫ്ളാറ്റിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി. PV അൻവർ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ UDF ഇന്ന് യോഗം ചേരും. തീരുമാനം അനുകൂലമെങ്കിൽ മത്സരത്തിൽ നിന്ന് അൻവർ പിന്മാറും. TMC നേതൃയോഗവും ഇന്നാണ്. വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ പറഞ്ഞതുപോലെ അൻവറിന്റെ സമ്മർദ്ദത്തിന് UDF വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും മൊത്തത്തിലൊരു സസ്പെൻസ് ആണ്. ആ സസ്പെൻസ് ഇന്നത്തോടെ ഏകദേശം അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ അരവിന്ദൻ? പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. TMC സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് ഇന്നലെ TMC എടുത്ത ഒരു തീരുമാനം. അൻവർ സ്ഥാനാർത്ഥിയാകും. പക്ഷെ അപ്പോഴും പ്രതീക്ഷയുടെ ഒരു കണിക ബാക്കി വെച്ചിട്ടാണ് അവർ ഇന്നലെ യോഗം അവസാനിപ്പിച്ചത്. ഇന്ന് നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് അന്തിമ തീരുമാനം എടുക്കുക. അതിന്റെ അംഗീകാരം നേടേണ്ടതുണ്ട്. അതിനു മുൻപ് തങ്ങളുടെ ആവശ്യങ്ങൾ UDF അംഗീകരിക്കുകയാണെങ്കിൽ, ഘടകകക്ഷിയാകണമെന്ന തങ്ങളുടെ ആവശ്യം UDF അംഗീകരിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം എന്നുള്ള ഒരു ഉപാധിയോടുകൂടിയാണ് ഇന്നലെ ഈ തീരുമാനം ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്നത്തെ UDF യോഗം നിർണായകമാണ്. അവസാന നിമിഷത്തിലും UDFിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ KPCC പ്രസിഡന്റുമെല്ലാം അൻവറിന് വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്ന വാദം ഉയർത്തുമ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും നിലമ്പൂരിൽ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയമാണ് എന്നുള്ള തീരുമാനത്തിലാണ്. ഇത്തരമൊരു സമ്മർദ്ദം ഇന്നത്തെ UDF യോഗത്തിലും പ്രകടമാകും. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളും അൻവറുമായി ഒത്തുപോകണം എന്ന ചിന്താഗതിക്കാരാണ്. അതിനാൽ തന്നെ അവരുടെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാകും. ഇതെല്ലാം ഇന്നത്തെ UDF യോഗത്തിൽ പ്രതിഫലിക്കും. എന്തായാലും ഓൺലൈനായിട്ടാണ് ഇന്നത്തെ UDF യോഗം നടക്കുക എന്നാണ് അറിയുന്നത്. വൈകിട്ടാണ് UDF യോഗം. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് TMCയുടെ യോഗം വിളിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ നിലമ്പൂരിൽ അൻവർ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവരും. അതേസമയം NDAയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അരവിന്ദ്, എന്തായാലും രജിത് കുമാർ കൂടി ചേരുകയാണ്. കാരണം ഈ LDFന്റെ കാര്യം കൂടി നമുക്ക് അറിയണമല്ലോ. രജിത്ത്, ഈ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയെ കൂടി ഇന്ന് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഉള്ളൊരു പിക്ചർ ഇന്ന് ലഭിക്കും, അല്ലേ? തീർച്ചയായും ഇന്ന് LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് തന്നെയാണ്. കാരണം ഇന്ന് LDFന്റെ CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. CPM സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം LDF സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനായി 3 പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഷെറോണ റോയി, ഒപ്പം തന്നെ P ഷബീർ, ഒപ്പം M സനജ്. ഈ 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവർ മത്സരിക്കുമോ എന്നത് തന്നെയാണ്. അൻവർ മത്സരിക്കുകയാണെങ്കിൽ CPMന്റെ അൻവറിന്റെ അല്ലെങ്കിൽ TMCയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥാനാർത്ഥിയായി, ഒപ്പം തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയും ഉണ്ട്. ആ 2 സ്ഥാനാർത്ഥികൾ നിലനിൽക്കെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാൻ തന്നെയായിരിക്കും CPM രംഗത്തെത്തുക. കാരണം അത്തരമൊരു ത്രികോണ മത്സരത്തിന് വേദി ഒരുക്കാനായിരിക്കും PV അൻവർ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ CPM ഒരുക്കുക. അങ്ങനെയെങ്കിൽ പ്രമുഖനായ വ്യക്തിയെ തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിൽ 3 പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എത്താൻ പോകുന്നതെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും 3 പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം അന്തിമമാകുന്ന ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ CPM നടത്തിയിട്ടുണ്ട്. ബൈക്ക് റാലിയാണ് ആദ്യം സംഘടിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ മണ്ഡലം മുഴുവനുമുള്ള ഒരു ബൈക്ക് റാലി സംഘടിപ്പിക്കാനാണ് CPM തയ്യാറെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ ഇന്ന് വിവിധ സ്ഥലങ്ങളിലാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടൻ ഷൗക്കത്തൊക്കെ ഇന്ന് മണ്ഡലത്തിൽ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ തൃശ്ശൂരെത്തി കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും പ്രാർത്ഥന നടത്തിയ ശേഷം തിരികെ എത്തുമെന്നാണ് അറിയാം. അദ്ദേഹം ഇന്ന് മണ്ഡലത്തിലില്ല. അങ്ങനെ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമുക്ക്
നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. TMCയുടെ യോഗമുണ്ട്. ആ യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥി. ശരി രജിത്ത്, എന്തായാലും നിർണായക യോഗങ്ങളൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് UDF യോഗം നടക്കുന്നുണ്ട്, TMC യോഗം നടക്കുന്നുണ്ട്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട്. ഈ എല്ലാ യോഗത്തിന് ശേഷവും ആരൊക്കെയാകും മത്സരിക്കുക എന്നത് സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ ഇന്ന് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. തീരുവ നടപടികൾ വിലക്കിയ ഫെഡറൽ വ്യാപാര കോടതി ഉത്തരവിന് താൽക്കാലിക സ്റ്റേ. അപ്പീൽ കോടതിയാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. കേസ് അടുത്ത മാസം 9-ന് വീണ്ടും പരിഗണിക്കും. തീരുവ നടപടികൾ നിയമാനുസൃതമല്ലെന്ന US ഫെഡറൽ കോടതിയുടെ വിധിക്കാണ് സ്റ്റേ വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവ നിയമവിരുദ്ധമാണെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് അസാധുവാക്കുകയും മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി തീരുവകൾ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് 3-അംഗ ബെഞ്ച് വിലയിരുത്തുകയും ചെയ്തു. തീരുവ നടപടികൾ US കോൺഗ്രസിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും ഫെഡറൽ വ്യാപാര കോടതി പറഞ്ഞിരുന്നു. അമേരിക്കയുടെ സാമ്പത്തിക അടിയന്തര സാഹചര്യം മെച്ചപ്പെടുത്താനാണ് തീരുവ നടപടികളെന്നാണ് വൈറ്റ് ഹൗസ് വാദിച്ചിരുന്നത്. കീഴ്ക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ ഉടൻ സമീപിക്കുമെന്നും അതുവരെ ഉത്തരവ് മരവിപ്പിക്കണമെന്നുള്ള ട്രംപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് താൽക്കാലിക സ്റ്റേ. തീരുവ നടപടികൾ 10 ദിവസങ്ങൾക്കകം നിർത്തലാക്കണമെന്ന ഫെഡറൽ കോടതിയുടെ ഉത്തരവാണ് 24 മണിക്കൂറിനകം മരവിപ്പിച്ചത്. വിധി മരവിപ്പിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അപ്പീൽ കോടതി തീരുവ പിരിക്കാൻ അനുമതിയും നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തൃശൂർ മണലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാഞ്ഞാണി ശാഖയിൽ നിന്ന് 17 കിലോ പണയ സ്വർണം മോഷണം പോയി 2 പതിറ്റാണ്ടോളമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന് പരാതി. 19 വർഷം മുമ്പ് നടന്ന കവർച്ചയിൽ നിരവധി പേരുടെ പണയ സ്വർണമാണ് നഷ്ടമായത്. ഇൻഷുറൻസ് തുക ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ഇടപാടുകാരുടെ ബാധ്യത തീർക്കും എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. 2006 കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മണലൂർ സഹകരണ ബാങ്കിൽ കവർച്ച നടക്കുന്നത്. ബാങ്ക് കെട്ടിടത്തിന്റെ പിൻഭാഗം തുറന്ന അകത്ത് കയറിയ മോഷ്ടാക്കൾ ലോക്കർ പൊളിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത്. ഇടപാടുകാർ പണയം വെച്ച 2097 പവനാണ് നഷ്ടമായത്. കുറെ പേർക്ക് 6 മാസത്തിനകം ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം നഷ്ടപ്പെട്ട സ്വർണത്തിന് പണം തിരികെ നൽകി. എന്നാൽ ഉപാധികൾ അംഗീകരിക്കാത്ത 14 പേർ ബാങ്കിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. പലർക്കും തങ്ങളുടെ കെട്ടുതലയടക്കം നഷ്ടമായി. ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നുമായി കടമെടുത്ത് പണയം വെച്ച സ്വർണം നഷ്ടമായെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പണ്ടങ്ങൾ ഇവിടെ മണലൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെക്കുന്നുണ്ടായി. ഏകദേശം 23 രണ്ടാൾക്കും കൂടി ഏകദേശം 23 പവനോളം പണ്ടം കൊണ്ട് പണയം വെച്ചു. അവിടുന്ന് കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ മണലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ പണ്ടം ഒന്നിച്ച് കളവ് പോയി. തൃശൂർ കൺസ്യൂമർ ഫോറം മുൻപാകെ പരാതി നൽകിയതിനെ തുടർന്ന് പണയസംഖ്യ നൽകിയ ദിവസത്തെ വില കണക്കാക്കി ഇടപാടുകാർക്ക് പണം തിരികെ നൽകാൻ വിധി വരികയും ഇതിനെതിരെ ബാങ്ക് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ മുൻപാകെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അപ്പീൽ തള്ളിക്കൊണ്ട് ഇടപാടുകാർക്ക് തുക നൽകാനായിരുന്നു ഉത്തരവ്. ഈ വർഷം മാർച്ചിൽ സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് പരാതിക്കാർക്ക് സംഖ്യ നൽകാനും കോടതി ഉത്തരവ് വന്നു. എന്നാൽ വിധി വന്ന 1.5 മാസം കഴിഞ്ഞിട്ടും പണം നൽകാൻ ബാങ്ക് തയ്യാറാകാത്തതോടെ ഇടപാടുകാർ സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒന്നും ലഭിച്ചില്ല. ലഭിക്കാതെ തുടർന്ന് ഞങ്ങൾ അയ്യന്തോൾ കൺസ്യൂമർ ഫോറത്തിൽ കേസ് കൊടുത്തു. തൃശ്ശൂർ അയ്യന്തോൾ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയായി. ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് അന്നത്തെ വില കണക്കാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വിധിയായി. അതേസമയം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തുക ലഭിച്ചാൽ ബാക്കിയുള്ള ഇടപാടുകാരുടെ ബാധ്യത തീർക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ് പറഞ്ഞു. നാഷണൽ ഫോറത്തിൽ നടന്നു വന്നിരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ബാങ്കിന് ഇൻഷുറൻസ് തുക നൽകാൻ വിധിച്ചിട്ടുണ്ടെന്നും പ്രസാദ് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയ സ്വർണത്തിന് ലഭിക്കേണ്ടതായ ഇൻഷുറൻസ് സംഖ്യ കിട്ടുന്നതിനായി നാഷണൽ ഫോറത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടെ കിട്ടുന്ന മുറയ്ക്ക് കൊടുക്കാനുള്ള സംഖ്യ, ഇൻഷുറൻസ് സംഖ്യ കിട്ടുന്ന മുറയ്ക്ക് കൊടുത്തു തീർക്കുന്നതായിരിക്കും. ഇടപാടുകാരുടെ ബാധ്യത തീർക്കാതെ ഇപ്പോഴുള്ള ബാങ്കിന് സമീപം കോടികൾ ചിലവഴിച്ച മണലൂർ സഹകരണ ബാങ്കിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിൽ ഇവർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. സ്കൂൾ വിപണിയിലെ സ്ഥിരം താരമാണ് വിവിധ വർണ്ണങ്ങളോട് കൂടിയ കുടകൾ. വിവിധ പ്രിന്റുകളിലും നിറങ്ങളിലുമുള്ള കുടകൾ എല്ലാ അധ്യയന വർഷവും വിപണിയിലെ ഒരു പ്രധാന ആകർഷണമാണ്. കുട്ടിക്കൂട്ടുകാർക്കായി ഇത്തവണയും വ്യത്യസ്ത രീതിയിലുള്ള കുടകൾ വിപണിയിൽ സുലഭമാണ്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സജീവമായിരിക്കുകയാണ് സ്കൂൾ വിപണി. ബാഗും പഠനോപകരണങ്ങളും ഭക്ഷണപാത്രങ്ങളും വാങ്ങുന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് കുട്ടികൾക്ക് കുടയും. കോരിച്ചൊരിയുന്ന മഴയിൽ വിപണിയിലേക്ക് എത്തുന്ന കുട്ടികൾ ആദ്യം ഓടിക്കയറുന്നതും കുടകളുടെ സെക്ഷനിലേക്കാണ്.
അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും കുട്ടിക്കൂട്ടുകാരെ ആകർഷിക്കാൻ വിവിധ നിറങ്ങളിലും പ്രിന്റുകളിലുമുള്ള കുടകൾ വിപണിയിൽ സജീവമാണ്. ഓരോ കാർട്ടൂൺ പ്രിന്റുകളാണ്. ഇപ്പോൾ ടോം ആൻഡ് ജെറി, ബെൻറ്റന്, അങ്ങനത്തെ സ്പൈഡർമാനൊക്കെ ചോദിച്ചു വരും. ടോം ആൻഡ് ജെറി ഉണ്ട്, അങ്ങനത്തെ ബെൻറ്റൻ ഉണ്ട്, അങ്ങനത്തെ കാർട്ടൂൺ പ്രിന്റുകളൊക്കെ, വിവിധതരം കാർട്ടൂൺ പ്രിന്റുകളൊക്കെ വരുന്നത്. കാർട്ടൂൺ കഥാപാത്രങ്ങളെയും സൂപ്പർ ഹീറോകളെയും ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ചിരിക്കുന്ന കുടകൾക്ക് തന്നെയാണ് ആവശ്യക്കാരേറെയും. കുട വന്നാണോ? എങ്ങനത്തെ കുട ഇഷ്ടം? ടോം ആൻഡ് ജെറി, സ്പൈഡർമാൻ, കാലിന്റെ ചിത്രമല്ല, കാറിന്റെ ചിത്രമുള്ളത്, പിന്നെ വണ്ടിയുടെ, ബൈക്ക്, അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ബെൻറ്റൻ, സ്പൈഡർമാൻ, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കുടയും ബാഗും വാങ്ങി മടങ്ങുന്ന കുരുന്നുകൾ സ്കൂൾ തുറക്കാനുള്ള കാത്തിരിപ്പിലും അവയെല്ലാം കൂട്ടുകാരെ കാണിക്കാനുള്ള ആകാംക്ഷയിലുമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ജിയോജെറ്റ് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറ്റ് നിക്ഷേപത്തിലായിരുന്നതിൻ്റെ ഒരു പ്രതിഫലനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. എങ്കിലും 25,000 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കാത്തത് വരും ദിവസങ്ങളിലും വിപണിയിൽ നേരിയ തോതിലെങ്കിലും ലാഭമെടുക്കുകയോ വിൽപ്പന സമ്മർദ്ദവും ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാം തരം ചെറുകിട ഓഹരികളിൽ തുടർച്ചയായി മുന്നേറ്റം കാണിക്കുന്ന വിപണിയിൽ മുന്നേറ്റം തുടരുമെന്ന സൂചന തന്നെയാണ്. എങ്കിലും ആഗോള സാഹചര്യങ്ങളും ഒപ്പം തന്നെ നിക്ഷേപ സ്ഥാപനത്തിന്റെ നിലപാടുകളും വരും ദിവസങ്ങളിലും വിപണിയുടെ നേട്ടത്തിൽ നിർണായകമായിരിക്കും. വളരെ ഉയർന്ന തോതിലെ കയറ്റങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ പ്രകടമാണ്. ഇന്നലെ ഈ ഒരു മാസത്തെ അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് അതിൻ്റെ ഒരു തോത് കൂടിയെന്ന് മാത്രം. എന്നാലും വരും ദിവസങ്ങളിലും അതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാങ്കേതികമായി 25,500 എന്ന നിലവാരമായിരിക്കും മുൻനിര സൂചികയായി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കടമ്പ. അത് മറികടന്ന് മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി തുടർച്ചയായി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ തുടരുന്ന പോലെ 24,500, 25,100 എന്നുള്ള ഒരു നേരിയ നിലവാരത്തിൽ വ്യാപാരം നടന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ പ്രതിഫലിക്കാത്ത അല്ലെങ്കിൽ വിപണിയുടെ നേട്ടത്തിൽ പങ്കുകൊള്ളാത്ത മേഖലകളിലുള്ള ഒരു മുന്നേറ്റം, പ്രത്യേകിച്ചും IT മേഖലയിലുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഇനി വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ നിർണായകമായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വിപണിയുടെ നീക്കത്തിന് പ്രചോദനമായി പ്രവർത്തിക്കുക. ആ ഒരു മേഖലയിൽ കൂടുതൽ നിക്ഷേപ താല്പര്യം ഉണ്ടാകുന്നത് തീർച്ചയായും അത് വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ സഹായമാവുകയും ചെയ്യും. എന്തായാലും ഇന്നലത്തേതിനേക്കാൾ നേരിയ നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. ഇനി കായിക വിശേഷങ്ങളിലേക്ക്. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ തകർത്താണ് ബംഗളൂരു ഫൈനലിൽ കടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 101 റൺസിന് പുറത്തായി. ജോസ് ഹേസൽവുഡ്, സൂയ ശർമ്മ എന്നിവരുടെ ബൗളിംഗ് മികവിലൂടെയാണ് ബംഗളൂരുവിന് പഞ്ചാബിനെ തളയ്ക്കാനായത്. 26 റൺസ് എടുത്ത മാർക്കസ് സ്റ്റോൺസ് മാത്രമാണ് പഞ്ചാബിനായി തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ ബംഗളൂരു 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. IPL-ൽ എലിമിനേറ്ററിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതലാണ് മത്സരം. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.